ബഹുമാന്യരായ അധ്യക്ഷരെ, മറ്റു പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫള് കൊണ്ട് നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവന് പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സമസ്തയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിന്റെ തേര് തെളിയിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ അവർ അല്ലാഹു ദറജ കൂട്ടിക്കൊടുക്കട്ടെ. അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും ഹഖിൽ അടിയുറച്ച് നിർത്തിത്തരട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യും. വിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ വിശദമായ പ്രചരണം 1.25 ലക്ഷത്തിലേറെ പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. അവിടുത്തെ 23 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന എന്ന ഖുർആന്റെ സുന്ദരമായ വചനം അല്ലാഹു അവതരിപ്പിക്കുകയും ചെയ്തു. ആ തിരുമേനി സമ്പൂർണമാക്കിയ ദീൻ ഇസ്ലാമിനെ അവിടുത്തെ സച്ചരിതരായ സ്വഹാബത്തിനുള്ള പ്രത്യേകത, കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം വിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു. തന്റെ സ്വഹാബത്തിനോട് മഹാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് അതിന്റെ തെളിവുകൾ നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് അന്നത്തെ മഹാന്മാർ ചോദിച്ചു, എന്ത് തെളിവാണ് ജനങ്ങൾക്ക് കാണാനുള്ളത്? മൂസാ നബി കൊടുത്ത മറുപടി, അല്ലാഹു എനിക്ക് നൽകിയ തൗറാത്ത് എന്ന ഗ്രന്ഥം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ അതിൽ പറഞ്ഞ പരാമർശങ്ങളാണ് ജനങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത്. അതുപോലെ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം വന്നു പ്രവർത്തിച്ചു. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനവകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ മഹാനും ഇതേ രൂപത്തിൽ തന്നെ ജനങ്ങളോട് പറഞ്ഞു, ഇഞ്ചീൽ എന്ന ഗ്രന്ഥം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ പിന്നീട് 561 വർഷത്തിന് ശേഷം വന്ന ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തിരുമേനി തന്റെ സ്വഹാബത്തിനോട്, നിങ്ങൾ ജനങ്ങൾക്ക് വിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ എത്തിച്ചു കൊടുക്കണം, അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണം. ഉടനെ തന്നെ സ്വഹാബാക്കിറാമിന്റെ ചോദ്യം, ജനങ്ങൾക്ക് കാണാനുള്ള തെളിവ് എന്ത്? കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാം തൗറാത്തിന്റെ കാര്യം പറഞ്ഞ പോലെ, ഈസാ അലൈഹി സ്വലാം ഇഞ്ചീലിന്റെ കാര്യം പറഞ്ഞ പോലെ, അല്ലാഹു എനിക്ക് നൽകിയ ഖുർആൻ ഞാൻ ഏൽപ്പിക്കുന്നു എന്നല്ല തിരുമേനി പറഞ്ഞത്. മറിച്ച് തൗറാത്തിനും ഇഞ്ചീലിനും പകരമായി നബി തങ്ങളുടെ വാക്ക്, അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, എന്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങളാണ്, അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് ഹിദായത്തിന്റെ തീരത്തെത്താമെന്ന് പറഞ്ഞെങ്കിൽ, ആ സ്വഹാബാക്കിറാമിനോട് നബി തിരുമേനി പറയുന്നത്, ഫൽ യുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, എന്നിലൂടെ ദീൻ ഇസ്ലാമിനെ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിക്കാൻ അവസരം കിട്ടിയ നിങ്ങൾ, അതിന് അവസരം കിട്ടാത്ത ലോകത്തിലേക്ക് ഇസ്ലാമിന്റെ ശബ്ദം എത്തിച്ചു കൊടുക്കണേ എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞിട്ട്, ആ സ്വഹാബത്തിന് അതിന്റെ ഗൗരവം കൂടെ മനസ്സിലാക്കി കൊടുക്കുന്നു, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നു. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഒരാളെങ്കിലും ഹിദായത്തിലേക്ക് വന്നാൽ വിശാലമായ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കാളും നല്ലത് നിങ്ങളെ പ്രവർത്തനത്തിലൂടെ ഒരാളെങ്കിലും ഹിദായത്തിലേക്ക് വരലാകുന്നു. അതുകൊണ്ട് പോകൂ സ്വഹാബത്തെ, പ്രവർത്തിക്കൂ സ്വഹാബത്തെ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കിറാം ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി സഞ്ചരിച്ച സമയത്ത് അവർ കേരളത്തിലേക്ക് എത്തി. ആ സ്വഹാബത്തിന്റെ കയ്യിൽ നിന്നും അന്നത്തെ മഹാരഥന്മാരായ താബിഈകളായി ധാരാളം ആളുകൾ പഠിച്ചു. സ്വഹാബത്തിന്റെ ശേഷം താബിഈകളും, അവർക്ക് ശേഷം തബഅ താബിഈകളും, അവർക്ക് ശേഷം സലഫു സ്വാലിഹീങ്ങളും. തർക്കമില്ലാത്ത ദീനീ വിഷയമാണ് അവർ പഠിച്ചത്. കാരണം സംശയിക്കേണ്ട വിധം നബി തിരുമേനി പഠിപ്പിച്ചിട്ടില്ല. എല്ലാം വളരെ ക്ലിയറായി തന്നെ എല്ലാ രംഗവും വേണ്ടതുപോലെ തന്നെ പഠിപ്പിച്ചു. ആ നബി തങ്ങളിൽ നിന്നും കണ്ടുപിടിച്ച അതേ ദീൻ ഇസ്ലാമിന്റെ പ്രചരണത്തിലൂടെ സ്വഹാബാക്കിറാം കേരളത്തിലേക്ക് എത്തി. അവർ കേരളത്തിലും വേണ്ടതുപോലെ പഠിപ്പിച്ചു. അങ്ങനെ പരമ്പരാഗതമായിട്ട്
വിശ്വാസ കർമ്മ രംഗത്ത് സമാധാനത്തോടെ വരുമ്പോഴാണ് ഇസ്ലാമിലെ വിശ്വാസ കർമ്മ രംഗങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ, നവീനവാദികൾ, നബി തിരുമേനി പണ്ടേ പറഞ്ഞതാണ് ഈ സംഭവം. ഏതായിരുന്നാലും അവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്നുള്ള സച്ചരിതരാകുന്ന പ്രഗത്ഭന്മാരാകുന്ന ഉലമ എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ ഖുർആനിലൂടെ നിരവധി സ്ഥലങ്ങളിൽ അവരെ പറ്റി പറഞ്ഞു. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. മറ്റൊരായത്തിൽ ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. മറ്റൊരായത്തിൽ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഇങ്ങനെ ഉലമാവിന്റെ പ്രാധാന്യം അള്ളാഹു പഠിപ്പിച്ചു. ആ പണ്ഡിതന്മാർ തീരുമാനിച്ചു, നബി തിരുമേനി പറഞ്ഞത് ഇദാ ലഹദൽ ഫസാദു ഫസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇസ്ലാമിക വിഷയത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ ഉത്തരവാദിത്വം നിർവഹിക്കാതെ മൗനം അവലംബിച്ചതുകൊണ്ട് കർമ്മനിരതരായിരിക്കാതെ കർമ്മരഹിതരായി രംഗത്ത് നിന്നെങ്കിൽ അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ടാകും. അതുകൊണ്ട് നാം കർമ്മരംഗത്ത് ഇറങ്ങിയേ പറ്റൂ എന്ന് തീരുമാനിച്ചു. ആ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന സംഘടന. ആ ലക്ഷ്യത്തിന് ഇത് 926 രൂപീകരിച്ച് 928 ഭരണഘടന തയ്യാറാക്കി 932 രജിസ്റ്റർ ചെയ്ത് 964 മുതൽ അച്ചടിച്ച് വിതരണം നടത്തിയ സമസ്തയുടെ ഭരണഘടനയാണ്. ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് എന്താണ് സമസ്ത, എന്തിനാണ് സമസ്ത, ഇത് പറയാനും പ്രവർത്തിക്കാനും അധികാരം ആർക്ക് എന്ന് ഈ ഭരണഘടന നോക്കിയാൽ കാണാം. ഇതിലുള്ള വകുപ്പുകൾ എഴുതി ചേർത്തത് ABCDE എന്ന 5 അക്ഷരങ്ങൾ കൊണ്ടാണ് 5 വകുപ്പുകൾ എഴുതി ചേർത്തത്. അതും വലിയ കറാമത്താണ്. എന്താ കാരണം? സമസ്ത എന്ന് പറഞ്ഞാൽ പുരോഗതിക്കെതിരാണെന്നും ഇംഗ്ലീഷ് ഭാഷക്കെതിരാണെന്നും പിന്നീട് ഒരു കാലഘട്ടത്തിൽ സമസ്തയെ പറ്റി പലരും പറയാൻ ഇടയുണ്ട്. അതുകൊണ്ട് സമസ്ത ഇംഗ്ലീഷ് ഭാഷക്കെതിരല്ല, മറിച്ച് ആംഗലേയ സംസ്കാരത്തിനാണ് എതിര്, പാശ്ചാത്യൻ സംസ്കാരത്തിനാണ് എതിര് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ABCDE എന്ന അക്ഷരത്തിൽ സമസ്തയുടെ വകുപ്പ് എഴുതിയത്. മറിച്ച് അതിന് മറ്റെന്തെങ്കിലും അക്കങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. അത് കൊടുക്കാതെ അക്ഷരങ്ങൾ വെച്ചു കൊടുത്തു. ഏതാവട്ടെ, അതിൽ വകുപ്പിൽ പറയുന്നത് പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെ കുറിച്ച് ലഫ്ള് നോക്കണം, അത്തരം അബദ്ധങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശാധികാരങ്ങളെ സംരക്ഷിക്കുക. മതവിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഹാനി തട്ടാത്ത വിധമുള്ള ലൗകിക വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിനും വേണ്ടത് പ്രവർത്തിക്കുക. മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഗുണത്തിനും സമുദായത്തിനും മധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിന്റെയും മതത്തിന്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക. മേൽ പറഞ്ഞ സംഗതികൾ സമാധാനമായും ശറഇനും നിയമത്തിന് അധീനമായും നടപ്പിൽ വരുത്തുക ഇത്യാദികൾ ലക്ഷ്യമാണ് പറഞ്ഞത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ വേണ്ട രൂപത്തിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത്തരം വിശ്വാസ
സമസ്തത്തിനെതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസരണം തടയുകയും ചെയ്യണം എന്നാണ് സമസ്തയുടെ ഭരണഘടനയിൽ പറഞ്ഞത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അന്ന് ഇവിടെ ഇന്ന് മുജാഹിദായ ജമാഅത്തായ തബ്ലീഗ് ജമാഅത്തായ അതുപോലെ തന്നെ കള്ള തരീഖത്തിന്റെ പേരിലൂടെ രംഗത്ത് വന്ന വിവിധങ്ങളായ ആളുകൾ, അവർ യഥാർത്ഥ ഇസ്ലാമിനെതിരായ അബദ്ധങ്ങളാണ് എന്ന് ജനാക്കി അന്നത്തെ കാലഘട്ടത്തിലെ മുശാവർ മെമ്പർമാരെ പേരും ഇതിലെഴുതി. ഇനി ഇതിൽ പറയുന്നത് സമസ്തയുടെ ജനറൽ ബോഡി മെമ്പറിൽ നിന്നാണ് അൽഫിയ, ഫത്ഹുൽ മുഈൻ, തഫ്സീറുൽ ജലാലൈനി എന്നീ കിതാബുകൾ സമസ്തയുടെ ജനറൽ. ഇവിടെ ഏതോ ഒരു ചങ്ങാതി വന്ന് സംസാരിച്ചപ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉള്ള അവനാള് പേര് പറഞ്ഞത് ശരിയല്ല, ദാരിമി എന്ന പേരിലാണ് പോലും അവൻ പഠിച്ചു വന്നത്. ഒരു പക്ഷെ ഇവനെ പറ്റി ആണോ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ വലിയ വലിയാണ്, പണ്ഡിതനാണ്. മഹാൻ എഴുതിയ ഒരു പദ്യത്തിൽ കാണാം, ഐനുൽ അവാലിമി ഫിൽ ളലാമി ഖഫിസ് സമാനി ഖദിൻഖലബ് ലാ അൻഫസാറൽ അലിമൂന ലവാലിമാ. ഐനുൽ അവാലിമി, ആലിമ് എന്നുള്ളതിലെ ഐന് ഫിസമാനി ഈ കാലത്ത് ഖദിൻഖലബ് അത് മാറിപ്പോയി, ലാ ആയി മാറിപ്പോയി. ഫസാറൽ ആലിമൂന ലവാലിമ, അതുകൊണ്ട് ആലിമൊക്കെ ലാലിമായി മാറിയിരിക്കുന്നു. അത് ഇവനെ പറ്റി പറഞ്ഞതാണോ എന്ന് ഞാൻ പ്രത്യേകം സംശയിച്ചു പോയി. കാരണം ഏറ്റവും ഫത്വയിലേക്ക് പോകേണ്ട ഉംദ പോലും നോക്കിയാൽ മതി, ഫിഖ്ഹിന്റെ കിതാബ് ഏത് ചെറുത് നോക്കിയാൽ മതി. മയ്യിത്ത് കുളിപ്പിക്കുന്ന മനുഷ്യൻ മയ്യിത്തിൽ വല്ല അപാകതയും കണ്ടാൽ അത് മറക്കണമെന്നുമല്ലേ ഫിഖ്ഹിന്റെ കിതാബിലുള്ളത്. മയ്യിത്ത് ആരുടേതാവട്ടെ, സാധാരണക്കാരൻ്റെതോ വേറെ ആരുടെ മയ്യിത്തായിരുന്നാലും മയ്യിത്ത് കുളിക്കുന്നത് കയ്യിൽ എന്തെങ്കിലും ആകെ വെച്ച കിതാബ് ഓതിയത്. പറയുന്ന സംഭവം ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ നാടന്മാരുടെ മയ്യിത്താണെങ്കിൽ പോലും ഒരാള് ചേറ്റയായ ഒരു സംഭവം മയ്യിത്തിൽ കണ്ടാൽ അത് പറയണമെന്നാണോ കിതാബിലുള്ളത്? ഇത് മറുഭാഗം സമസ്തക്കാർ, വ്യത്യസ്തൻ അറിയില്ലെങ്കിലും മറുഭാഗം സമസ്തക്ക് അറിഞ്ഞുകൂടെ? അവരാരെങ്കിലും എടാ നീ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞോ എങ്കിൽ അവർ പിന്നെ എന്തിനാ സമസ്തയുടെ പേരിൽ പ്രവർത്തിക്കുന്നത്? ഇവർ വാസ്തവത്തിൽ ചുണ്ട് കീറിയ മുച്ചിറിയും കോങ്കണ്ണും കൊന്ത്രമ്പല്ലുമുള്ള പെണ്ണിന് സുന്ദരി എന്ന് പേരിട്ടതുപോലെ ഒരു സമസ്ത എന്ന് പേരിട്ടത് കൊണ്ട് അത് അക്ഷരവുമായിട്ട് പദവുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ചിന്തിക്കേണ്ട വിഷയമല്ലേ ഇത്? അങ്ങനെ ആക്ഷേപിച്ച് പറയുകയല്ല. അപ്പൊ സമസ്ത എന്ന സംഘടന ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ അൽഫിയ, ഫത്ഹുൽ മുഈൻ, ജലാലൈനി തുടങ്ങിയ കിതാബുകൾ അംഗീകൃത പണ്ഡിതന്മാരിൽ നിന്ന് ഓതി പഠിച്ചവരാണ് സമസ്തയിലെ ജനറൽ ബോഡി മെമ്പറെങ്കിൽ ഈ കിതാബുകളും മറ്റ് കിതാബുകളും ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും ഉള്ള അറിവും കഴിവും ഉള്ള ആളുകളാണ് മുശാവറ മെമ്പർമാര്. ഇങ്ങനെ സമസ്ത പ്രവർത്തിച്ചപ്പോൾ ഇവിടെ ബിദ്ഈ പ്രസ്ഥാനത്തിന്റെ ശബ്ദം തീരെ രംഗത്ത് വരാതെയായി. അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ പ്രശ്നത്തിലും ഖുത്വ പരിഭാഷയുടെ പ്രശ്നം പറഞ്ഞു. അന്ന് സംശയമുണ്ടായിരുന്നു വ്യക്തി. ആ പരിഭാഷപ്പെടുത്തിയത് കൊണ്ട് ഖുതുബയുടെ മുവാലാത്ത് മുറിഞ്ഞു പോകുമോ എന്ന് കരുതി ഫർള് രണ്ടാമത് മടക്കി ഓതിയ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇത് സംശയത്തിന്റെ പേരിലായിരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ വഹാബി നേതാവായി മാറിയ KM മൗലവി പോലും 926 അൽ മുർഷിദ്, അൽ ഇർഷാദിലൊക്കെയും പ്രഖ്യാപിച്ചത് ഖുതുബ സ്വഹാബ കിറാം ഖുതുബയുടെ
ഫർളുകളും ഫർള് അല്ലാത്ത ഭാഗങ്ങളും ഒക്കെ അറബിയിൽ തന്നെ നിർവഹിച്ചതാണ് നാം അറിഞ്ഞത്. അതുകൊണ്ട് ഹുത്തുബ അറബി ഭാഷയിൽ തന്നെ നിർവഹിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ബിദഈ ചിന്താഗതിക്കാര് കെ.എം. മൗലവിയെയും വിട്ടില്ല. അതുകൊണ്ട് 1936 കാസർഗോഡ് പുണർപ്പയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് കെ.എം. മൗലവി അടക്കമുള്ള ആളുകൾ മറ്റൊരു പ്രമേയത്തിലൂടെ ഖുതുബ തിരിയുന്ന ഭാഷയിൽ നിർവഹിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ മഹാരഥന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പാസാക്കി ഖുതുബ അറബി ഭാഷയിൽ മാത്രമേ നിർവഹിക്കാൻ പറ്റൂ. ഇസ്ലാമിന്റെ ചര്യ അതാണ്. അറബി തിരിയുന്ന നാട്ടിൽ പോയപ്പോഴും തിരിയാത്ത നാട്ടിൽ പോയപ്പോഴും അറബി ഭാഷയിൽ മാത്രമേ ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഖുതുബ ദിക്റാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അു ഇലാ ദിക്രില്ലാ എന്ന് അല്ലാഹു പറഞ്ഞു. വൽ മുറാദു ബിഹാദ ദിക്രി അൽ ഖുതുബ എന്ന് തഫ്സീറിലുണ്ട്. അപ്പോൾ ദിക്ർ അറബി ഭാഷയിൽ മാത്രമായിരിക്കണം എന്നുള്ളത് കൊണ്ട് സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസം പ്രശ്നപ്പെട്ടു. പിന്നീട് നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയുടെ പ്രശ്നത്തിൽ അതും ഫത്ഹുൽ മുഈൻ വെച്ചുകൊണ്ട് തന്നെ സമസ്ത ഖണ്ഡിച്ചു. ജനങ്ങൾക്ക് സംഗതി മനസ്സിലായി. പിന്നെ തറാവീഹിന്റെ വിഷയത്തിൽ എന്ന് വേണ്ട അതിന്റെ മുഴുവൻ തെളിവുകളും ജനങ്ങൾക്ക്. അങ്ങനെ 921 മലബാർ കലാപത്തിന് ശേഷമാണ് ഈ വഹാബി ആദർശം, ആ പേരിൽ ഈ ആദർശം മുന്നോട്ട് പോകില്ലെന്ന് കണ്ടപ്പോൾ അതേ ചിന്താഗതി മറ്റൊരു രൂപത്തിലൂടെ മൗദൂദി ആദർശമായിട്ട് രംഗത്ത് വന്നു. അതും സമസ്ത അതിനെയും ഖണ്ഡിച്ചു. പിന്നെയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തെബിലീഗ് ജമാഅത്ത് എന്ന പേരിൽ 953 രംഗത്ത് വന്നു. അവരെ സമസ്ത ഇരുത്തേണ്ടടുത്ത് തന്നെ ഇരുത്തി. ഇത്രയും നല്ല രൂപത്തെ സമസ്ത എതിർക്കുവാനോ മറുഭാഗത്തിന് കഴിയില്ലെന്ന് വന്നപ്പോൾ അടിയുറച്ചു നിൽക്കുന്ന ഈ വിഭാഗത്തെ ഇവരെ നശിപ്പിക്കണമെങ്കിൽ, പ്രവർത്തനം മന്ദീഭവിപ്പിക്കണമെങ്കിൽ ഇവരിൽ പിളർപ്പുണ്ടാക്കിയേ പറ്റൂ എന്ന് ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് പിന്നീട് സമസ്തയിലെ പണ്ഡിതന്മാർക്കിടയിൽ ഏതാനും അഭിപ്രായ വ്യത്യാസങ്ങളുമായി ഒരു കൂട്ടർ രംഗത്തേക്ക് എത്തിയത്. അങ്ങനെ 982 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ മഹാനവറുകൾ വഫാത്തായപ്പോൾ വഹാബികൾക്ക് വളരെ ധൈര്യമായി, മൗദൂദികൾക്കും ധൈര്യമായി. മൗദൂദികൾക്കും ഇ.കെ.മാരോട് വലിയ പേടിയാണ് പണ്ട് തന്നെ. ഏതാവട്ടെ, അങ്ങനെ ഹസൻ മുസ്ലിയാർ മരിച്ചപ്പോ ഇനി ആരെയും വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കാമെന്ന് കരുതി ഖന്നർ പ്രസംഗം വെല്ലുവിളിയായി മാറി. ഹസൻ മുസ്ലിയാർ മരണശേഷം ആദ്യം നടന്ന വാദപ്രതിവാദമാണ് കൊട്ടപ്പുറം സംവാദമായി രംഗത്തേക്ക് എത്തുന്നത്. ആ സംവാദത്തെ നയിച്ചത് ഷെയ്ഖുന ഷെയ്ഖുസമാൻ എ പി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സുള്ള അനുഗ്രഹം നൽകുമാറാവട്ടെ. ഷെയ്ഖുന എ പി ഉസ്താദ്. മറുഭാഗത്തിന് 2-3 ആളുകൾ സ്റ്റേജിലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് എന്റെ നാട്ടുകാരനാണ്. ആള് ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോ ലഗേജ് തുറന്നപ്പോൾ കാരക്കപ്പെട്ടിയിൽ 2 കൂറയുണ്ടായിരുന്നു. കൂറ ഹജ്ജ് ചെയ്യാൻ പോയതല്ല, ആചാര്യ പെട്ടിയിൽ എങ്ങനെ കയറി വന്നു എന്ന് പറഞ്ഞ പോലെ ഇവരിൽപ്പെട്ട ആളുകൾ വഹാബി ആദർശത്തെ എതിർക്കാൻ കയറിയവരല്ല. ബാഹ്യമായിട്ട് അവർ സുന്നി പക്ഷത്താണെങ്കിലും അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വഹാബി ആശയം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരും, പറഞ്ഞു തരും. അങ്ങനെ അന്ന് വാദപ്രതിവാദം തുടങ്ങിയപ്പോൾ മറ്റു വാദപ്രതിവാദത്തിൽ ഇല്ലാത്ത രൂപത്തിൽ ഷെയ്ഖുസമാൻ എ പി ഉസ്താദ് അതിനെ നയിച്ചു. അഥവാ ശിർക്കാണ് എന്ന വഹാബി വാദത്തെ എ പി ഉസ്താദ് ശിർക്കല്ല എന്ന് പറഞ്ഞല്ല നേരിട്ടത്, മറിച്ച് ശിർക്കിന്റെ തഅരീഫ്, നിർവചനം എന്താണ് എന്ന ചോദ്യത്തിലൂടെ അതിന് മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോൾ പിന്നീട് കൊട്ടപ്പുറ സംവാദം അതോടുകൂടെ തകർന്നു. അപ്പൊ ഇവര് മനസ്സിലാക്കി മരിച്ചുപോയ ഹസൻ മുസ്ലിയാരെക്കാളും വലുത് ജീവിച്ചിരിക്കുന്ന എ പി ആണ്. അദ്ദേഹത്തെ സമൂഹത്തിൽ നിന്നും ഒന്നുമല്ലാതാക്കി മാറ്റണം. അതിനുള്ള മാർഗം എന്താണ്? അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ
അഭിമാനത്തെ ജനങ്ങൾക്കിടയിൽ നിന്നും ഹനിച്ചു കളയുക. അതിന്റെ മാർഗമല്ലേ അരീക്കാട് പള്ളിപ്രസംഗത്തെത്തിയത്? അതിന് പിന്നിൽ ആരൊക്കെയാ കൂടിയത്? ശൈഖുസ്സമാൻ എ പി ഉസ്താദ് അരീക്കാട് പള്ളിയുടെ 2 ലക്ഷം അമുക്കി എന്ന മലയാള പദമല്ലേ ആദ്യം കൊണ്ടുവന്നത്? ആ സമയത്ത് സമസ്തയിലെ പണ്ഡിതന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഘട്ടം വന്നു. മരണപ്പെട്ടു കന്നിത്ത് ഉസ്താദ് ഹക്ക് അറിയാഞ്ഞിട്ടല്ല, തുറന്ന് പറഞ്ഞാലും വില പോവില്ലെന്ന് ഘട്ടം വന്നു. ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് ഹക്ക് അറിയാഞ്ഞിട്ടല്ല, അവര് ഹക്കിന്റെ ഭാഗത്ത് എ പി ഉസ്താദിൽ തെറ്റില്ല എന്ന പക്ഷത്താ ഉള്ളത്. പക്ഷെ അവര് മൗനം അവലംബിച്ചിരുന്നു. ആ സമയത്താണ് മർക്കസിന്റെ സംഭാവന നൽകിയ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹാമിലി അവർ, അദ്ദേഹമാണല്ലോ കൊട്ടപ്പുറത്തിന് ഇത് കൊടുത്തത്, പിന്നെ അരീക്കാട് പള്ളിക്ക് സംഭാവന നൽകിയത്. അദ്ദേഹം നേരിട്ട് റിക്കാർഡ് സഹിതത്തിന്റെ സഹോദരനെ പറഞ്ഞയച്ച് 3 ലക്ഷം രൂപ മാത്രമേ അരീക്കാട് പള്ളിക്ക് നൽകിയിട്ടുള്ളൂ. ബാക്കി 2 ലക്ഷം അത് എ പി കൊടുത്ത 14 പള്ളി, ഒരുപാട് പള്ളികളുണ്ട്, തന്ത്രപരമായി കൊടുക്കാൻ പറഞ്ഞു. ഉസ്താദ് അത് ചെയ്തു എന്ന് പറഞ്ഞ് 3 ലക്ഷം പേർക്കാണ് കൊടുത്തുള്ളൂ എന്ന് വിളിച്ചപ്പോൾ ഇവര് പറഞ്ഞ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. ഹക്ക് ജനങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, എ പി ഉസ്താദ് 2 ലക്ഷം കട്ടു എന്ന് ആധികാരികമായി തന്നെ മറുഭാഗത്തെ പല പണ്ഡിതന്മാരും പറഞ്ഞു. ഹക്ക് അറിഞ്ഞിട്ടോ അറിയാതെയോ അല്ലാഹു അഅലം. അത് ശരിയാണെന്ന് വിശ്വസിച്ച് ഉസ്താദിനെ തെറ്റിദ്ധരിച്ച പല ആളുകളും ആ കാലഘട്ടത്തിൽ മരിച്ചുപോയില്ലേ? എ പി മോഷ്ടിച്ചു എന്ന വിശ്വാസത്തോടു കൂടെയല്ലേ അവർ മരിക്കുന്നത്? എ പി ഹക്കിന്റെ ആളാണെന്ന് മുഴുവൻ ജനങ്ങളും സത്യം പറഞ്ഞപ്പോഴേക്കും മരിച്ചുപോയ ആളുകളെ പറ്റി ഇവരെന്തുമാത്രം കുറ്റം റബ്ബിന്റെ അടുക്കൽ പേറേണ്ടി വരും? നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ 983 ഈ പ്രശ്നം രൂക്ഷമായി. സമസ്തക്ക് യഥാർത്ഥത്തിൽ മുശാവറ പോലും ചേരാൻ പറ്റാത്ത പ്രശ്നം വന്നു. ആ കാലഘട്ടത്തിൽ ഇ കെ ഉസ്താദിനെതിരിൽ അണ്ടനാണ്, അടകോടനാണ് എന്ന് പ്രസംഗിച്ചവരാണ് ഈ കുട്ടിയസന്താരിമി. ഹക്ക് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പഞ്ചിപ്പള്ളിയാളിൽ വെച്ച് കുട്ടിയസിനെ 2ഓ 3ഓ പ്രാവശ്യം ഗണ്ണിച്ചപ്പോഴൊക്കെയും അതിനെ രേഖ സഹിതം കാണിച്ചു കൊടുത്തിരുന്നു. ഇപ്പോഴും ആ രേഖയുണ്ട്. ഞാൻ ഇന്ന് സ്കൂളിൽ പെൻഷനായിട്ടേ ഉള്ളൂ. അപ്പൊ ആ പഴയ കെട്ടൊന്നും കൊണ്ട് എടുത്താൽ എന്റെ സെലക്ട് ചെയ്താൽ കിട്ടും. 38 കൊല്ലത്തെ സർവീസിന് ശേഷം ഇന്ന് 5:30 മണിക്കാണ് അധ്യാപകനെ എന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കിയത്. അതിൽ 1ാമത്തെ പരിപാടിയാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ സജീവമായി തന്നെ പഴയ കടലാസ് ഞാൻ ഒന്നും നശിപ്പിച്ചില്ല. എല്ലാ പഴയ കടലാസ് എടുത്തിട്ട് നന്നാക്കി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പടച്ച റബ്ബിനറിയാമല്ലോ ഹക്ക്. ഈ മറുഭാഗത്തിന് എന്ത് പച്ചക്കള്ളവും എന്തും പറയാമെന്ന് വന്നില്ലേ? ഇനി ഉള്ള തങ്ങൾ ആരാണെന്ന് മുസ്ലിം ലീഗ് മുജീബ് തങ്ങൾ കൊന്നാരെഴുതി ഇ ടി മുഹമ്മദ് ബഷീർ അവതാരിക എഴുതി ആധികാരിക പുസ്തകമാണ്. ഞാൻ പറയേണ്ട സമയത്ത് ഞാൻ കാണിച്ചു തരും. ഇവനുള്ള തങ്ങളെ പറ്റി എന്തും പറയാമെന്നൊരു തോന്നൽ ഇവനുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് ഇവൻ ദാരിമിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഖുർആനിലെ തഫ്സീർ അവൻ തെറ്റിദ്ധരിച്ചു പോയത്. ലൈസ അലൽ അഅ്മ അർജുൻ വല അലൽ അഅ്റജി അർജുൻ എന്ന ആയത്തുണ്ട് ഖുർആനിൽ. മുടന്തന്മാർക്കും കുറ്റില്ല. അത് ഇവനെ പറ്റി അല്ലാഹു പറഞ്ഞതല്ല. ലൈസ അലൽ അഅ്മ ഹർജുൻ വല അലൽ അഅ്റജി ഹർജുൻ എന്ന ആയത്ത് ഇവനെ പറ്റിയുള്ളതല്ല. അത് മനസ്സിലാക്കിയിട്ട് ആ സാധു എന്തൊക്കെയോ പറയുന്നു എന്നേ ഉള്ളൂ. ഏതായിരുന്നാലും ശൈഖുസ്സമാൻ എ പി ഉസ്താദിന്റെ പ്രവർത്തനത്തിൽ അസൂയ പൂണ്ട ഒരു കൂട്ടം ആളുകൾ ഉസ്താദിനെ സമൂഹ മധ്യത്തിൽ നിന്നും ഒന്നുമല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും റബ്ബർ പന്ത് താഴോട്ടെറിഞ്ഞതുപോലെ വൻ ശബ്ദത്തോടെ വൻ ഉയരത്തോടുകൂടി ഉസ്താദിന്റെ പ്രശസ്തി ഉയരുകയാണ് ഉണ്ടായത്. അന്ന് സമസ്തക്ക് പ്രവർത്തിക്കാൻ പ്രശ്നങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. ഏതാവട്ടെ സമസ്തക്ക് വിഷമമില്ല, സമസ്തയുടെ പണ്ഡിതന്മാർ ഒറ്റക്കെട്ടാണ് എന്ന് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കാൻ വേണ്ടി അന്ന് സമസ്ത എടുത്തതാണ് സമസ്തയുടെ 85-ലെ 60-ാം വാർഷികം. ആ 60-ാം വാർഷികത്തിന് ഒരു കൂട്ടം ആളുകൾ എതിർത്തില്ലേ? വാർഷികത്തിൽ ഉദ്ഘാടനം നടത്താൻ വേണ്ടി ഒരാളവർ സെലക്ട് ചെയ്തു. സമസ്തയുടെ സമ്മേളനം ആര് ഉദ്ഘാടനം ചെയ്യുന്നത് തീരുമാനിക്കേണ്ടത് സമസ്തയാണ്, രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് അന്നത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഇ കെ ഉസ്താദ് പറഞ്ഞു. എങ്കിൽ ആ സ്ഥലത്തേക്ക് ആളുകളെ വരാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് മറുഭാഗം പറഞ്ഞു.
നിങ്ങൾ അനുവദിച്ചാലും ഇല്ലെങ്കിലും വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിൽ ഇൻഷാ അല്ലാഹ് കടപ്പുറത്ത് നടക്കും എന്നുള്ളത് കൊണ്ട് അന്ന് പ്രചരണം നടത്തി. അങ്ങനെ 985 സമസ്തയുടെ 60-ാം വാർഷികം കോഴിക്കോട് നടത്തുമ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, അങ്ങോട്ട് വരുന്ന വണ്ടികൾ വരാൻ സമ്മതിക്കാതെ റോഡ് ബ്ലോക്ക് ചെയ്യും. അപ്പറഞ്ഞ വ്യക്തിക്ക് മൂത്രം പോവാതെ ബ്ലോക്ക് ആയതുകൊണ്ട് കാലിക്കറ്റ് നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ആയത് അന്ന് നാം കണ്ടല്ലോ, അത് മൈക്കിലൂടെ പ്രഖ്യാപിച്ചല്ലോ. ആ സമയത്ത് ഇവർ മനസ്സിലാക്കി 20 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത കോഴിക്കോട് കടപ്പുറത്തുള്ള മഹാസമ്മേളനം ആരെ എതിർത്താലും AP ഉസ്താദും EK ഉസ്താദും ഒരു പക്ഷത്താണെങ്കിൽ അവരെ തകർക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ EK ഉസ്താദിനെ അടർത്താൻ വേണ്ടിയുള്ള ശ്രമമല്ലേ മറുഭാഗം നടത്തിയത്. ഏതായാലും അത് സംഭവിച്ചു. അങ്ങനെ 986, 87, 88, 89 3-4 വർഷത്തോളം ഈ സംഘടനയിൽ പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഒരു പിളർപ്പ് വരാതെ എല്ലാ വിട്ടുവീഴ്ചകളും നടത്തി. ആദർശത്തിന്റെ കാര്യത്തിലല്ല വിട്ടുവീഴ്ചയില്ല, കൊണ്ട് തന്നെ. പക്ഷെ ബാഹ്യമായ നിലയിൽ ഒരു പിളർപ്പുണ്ടാവാത്ത രൂപത്തിൽ നോക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ 989 എറണാകുളത്ത് വെച്ച് ഒരു സമ്മേളനം നടക്കുന്നു. സമസ്ത തീരുമാനിച്ചതാണ് നേരത്തെ. അതിന്റെ മധ്യസ്ഥം പറയുന്ന യോഗത്തിൽ ഞാൻ കൂടിയിരുന്നു, 10ാമത്തെ മെമ്പറായിട്ട്. ഈക്കെയാണ് മധ്യസ്ഥം പറഞ്ഞത്. 9 പണ്ഡിതന്മാരും അന്നത്തെ ഒരു SOS പ്രവർത്തന 10ാമത്തെ ആളുകൾക്ക് നാടനായ നിലയ്ക്ക് ഞാനും ഒന്ന് പങ്കെടുത്തിരുന്നു. ഏതാവട്ടെ ആ സമ്മേളനവും വമ്പിച്ച വിജയത്തിലെത്തി. ഇത്തരം ഇല്ല ചെയ്യാൻ വേണ്ടി അതിനെ രാഷ്ട്രീയത്തിലേക്ക് കെട്ടിത്താഴ്ത്താൻ വേണ്ടി ശ്രമിച്ചത്. ഏതായിരുന്നാലും ഹക്കിന് വേണ്ടി പടപുറത്തുന്ന കൂട്ടം ആളുകൾ എന്ത് സംഭവിച്ചാലും ഹക്കിന് വേണ്ടി അമരത്തിരുന്ന മഹാനാണ് താജുൽ ഉള്ളാൾ തങ്ങൾ അവർ. ഉള്ളാൾ തങ്ങളെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പിന്നെ ഈ യോഗം വിളിച്ചത് ആരാണ്? ഇപ്പോൾ നിങ്ങളുടെ മറുഭാഗത്തിരിക്കുന്ന മുസ്തഫ ഫൈസി അല്ലേ, റഹ്മാൻ ഫൈസി എല്ലാത്തിനും പങ്കില്ലേ? ഇങ്ങനെ ഒരു പറ്റം ആളുകൾ കൂടിയിട്ട് വിളിച്ചു കൂട്ടിയ യോഗത്തിൽ വെച്ച് 956 സമസ്തയുടെ മുശാവറ മെമ്പർ എന്നെ പ്രസവിക്കുന്നത് 957 ഡിസംബർ മാസം 1-നാണ്. അതിന്റെ 2 കൊല്ലം മുമ്പ്, അഥവാ ഡിസംബർ എന്ന് പറഞ്ഞാൽ ജനുവരിയുടെ തൊട്ട് മുമ്പുള്ള മാസമാണ്. അപ്പൊ അതിന്റെ 2 കൊല്ലം മുമ്പ് 956 മുശാവറ മെമ്പറാണ് താജുൽ ഉള്ളാൾ തങ്ങൾ അവർ. അന്ന് ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്നും മഹാൻ റാങ്കോടുകൂടെ പാസ്സാവുകയാണ്. പഠിക്കുന്ന കിതാബുകളൊക്കെ അങ്ങനെ തന്നെ മനഃപ്പാടമാക്കാനുള്ള മനക്കരുത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെ തങ്ങൾ അവരുടെ സമസ്ത മുശാവറ മെമ്പറായി 956. അതുപോലെ അതിന്റെയും 3-4 വർഷം മുമ്പ് മെമ്പറായ ആളാണ് ഇന്നത്തെ സമസ്തയുടെ പ്രസിഡന്റ് നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അതിന്റെയും മുമ്പ് മുശാവറ മെമ്പറാണ്. ഏതാവട്ടെ ആ താജുൽ ഉലമ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനമേറ്റ് 4-ൽ സമസ്ത മുശാവറ മെമ്പറാകുന്നു. 75-ൽ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അതുപോലെ തന്നെ സമസ്തയുടെ ഉന്നത സ്ഥാനത്തേക്ക് AP ഉസ്താദിനെ വിളിച്ചു വരുത്തിയത് കന്നത്ത് ഉസ്താദും EK ഉസ്താദുമുള്ള സമസ്തയല്ലേ? പക്ഷേ 989 എന്തിനു വേണ്ടിയാണോ നൽകാതിരുന്ന സമയത്ത് അന്നത്തെ 7000-ലേറെ പണ്ഡിതന്മാർ ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് ഉള്ളാൾ തങ്ങൾ അവരുടെ പ്രസിഡന്റ്. ആ സമയത്ത് മറുഭാഗത്തിന്റെ ആളുകൾ അവര് ഹസദ് കൊണ്ട് ഗീബത്ത് എന്നൊരു പദം ഇസ്ലാമിൽ ഇല്ലാത്ത രൂപത്തിൽ പ്രവർത്തിച്ചതല്ലേ പ്രശ്നം മുഴുവനായത്? കള്ളത്തരത്തിലൂടെയല്ലേ അവർ മുന്നോട്ട് നീങ്ങിയത്? ഞാൻ നേരത്തെ പറഞ്ഞു, ബിദ്ഈ പ്രസ്ഥാനമാകുന്ന അബദ്ധങ്ങളെ കുറിച്ച് ഞങ്ങൾ
നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മറുഭാഗം സമസ്ത, നിങ്ങൾക്കറിയാം കോഴിക്കോട് അസ്മ ടവറിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ഇഫ്താർ പാർട്ടിയിൽ മറുഭാഗം സമസ്ത മെമ്പർമാരും സെക്രട്ടറിയും പങ്കെടുത്തില്ലേ? അതുപോലെ തന്നെ മുജാഹിദുകാർ നടത്തിയ ഇഫ്താർ പാർട്ടിയിൽ മറുഭാഗം സമസ്തക്കാർ പങ്കെടുത്തില്ലേ? മറു പങ്കെടുത്തില്ലേ? അപ്പൊ ഇങ്ങനെ ഇഫ്താർ പാർട്ടി നടത്താൻ പറ്റുമായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ഇപ്പോഴുള്ള ബാപ്പു അല്ല, ബാപ്പുവിന്റെ പിതാവ് കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ശരിക്കും തസ്ഹീഹ് ചെയ്ത 4ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ ആദാബുസ്സലാം എന്ന പാഠം, ആ പാഠത്തിലെ ആദാബുസ്സലാമിൽ വഹാബി മൗദൂദികൾക്ക് സലാം, ജമാഅത്തെ മുജാഹിദീൻ തുടങ്ങിയവർക്ക് സലാം പറയരുത്, ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്ന് കുട്ടികളെ പഠിപ്പിച്ചിരുന്നല്ലോ. എങ്കിൽ അവരുമായി, എന്നാൽ മറുഭാഗം സമസ്തയുടെ ആളുകൾ, രാഷ്ട്രീയ നേതാവും എഴുതിയില്ലേ ചന്ദ്രികയിൽ സമുദായത്തിന്റെ കൂട്ടായ്മ അനിവാര്യമെന്നല്ലേ ഹെഡിങ്, എന്നിട്ട് ആ ന്യൂസിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും അവരുടെ സമസ്തയുടെയും ആളുകൾ തമ്മിൽ കണ്ടപ്പോൾ സലാം പറയുകയും കൈപിടിച്ച് ആശ്ലേഷിക്കുകയും ഒരാൾ ഇമാം മറ്റുള്ളവരൊക്കെ തുടർന്ന് നിസ്കരിച്ചു. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 4ാം ക്ലാസ്സിലെ അഖ്ലാഖിൽ ആദാബുസ്സലാം എന്ന പാഠത്തിൽ വഹാബി മൗദൂദ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് എന്നിവർക്ക് പുസ്തകത്തിൽ അച്ചടിച്ച് വർഷങ്ങളോളം കുട്ടികളെ പഠിപ്പിച്ചിട്ട് അതിനെ എതിർപ്പ് വന്നപ്പോൾ തന്നെ പണ്ഡിതന്മാർ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉന്നത്തും നബി ഇമാമിന്റെ അദ്കാറും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചെങ്കിൽ നിരവധി പണ്ഡിതന്മാരെ ഫത്വ കൊടുത്തിടത്ത് 199, 100 എന്ന 2 പേജിലുള്ള ഫത്വ ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിന്റേതല്ലേ? എന്താണ് ആ ഫത്വയിലുള്ളത്? ഇ കെ പറഞ്ഞത് എന്താ? ജമാഅത്തെ ഇസ്ലാമി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെ സലാം പറയരുത്, അവർ സലാം പറഞ്ഞാൽ മടക്കരുത്, അവരെ തുടർന്ന് നിസ്കരിക്കരുത്, അവരെ മയ്യത്ത് നിസ്കരിക്കരുത്, ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന മുദരിസ് പോലുള്ളവനെ പിരിച്ചുവിടേണ്ടതാണെന്നും അവൻ പിഴച്ച വാല്ലും മുതില്ലുമാണെന്നും അറിയിക്കുന്നു എന്നല്ലേ ഇ കെയുടെ ഫത്വ കൊടുത്തി. ആ ഫത്വയിലാണ് ഇ കെ ഈ രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. എങ്കിൽ ഇതെല്ലാം പറഞ്ഞെങ്കിൽ പിന്നീട് ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചത് ആരാണ്? മറുഭാഗ സമസ്തയുടെ ആളുകളല്ലേ? അവരത് സംഘടിപ്പിച്ചെങ്കിൽ അഖ്ലാഖിലെ ആദാബുസ്സലാമിൽ പഠിപ്പിച്ചതും നിങ്ങൾ ചെയ്തതും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, ആദർശം അത് മാത്രമേ ലോകം അംഗീകരിക്കുകയുള്ളൂ. നബി തിരുമേനി പഠിപ്പിച്ചു, യഹൂദു അലാ 71 മില്ല കുല്ലുഹു മിന്നാ ഇല്ലാ വാഹിദ വഫ്തറഖത്ത് النصارى على 72 മില്ല കുല്ലുഹു മിന്നാ ഇല്ലാ വാഹിദ വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി സതഫ്തരികന്ന ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹു മിന്നാ ഇല്ലാ വാഹിദ ഖാലു മൻ ഹൗലാ യാ റസൂലല്ലാഹ് ഖാല മാ അന അലൈഹി വസ്വഹാബി. അതിൽ നബി തിരുമേനി പഠിപ്പിച്ചത്, എന്റെ സമൂഹം 73 വിഭാഗമായി പിരിയുമ്പോൾ 72 കൂട്ടരും നരകത്തിലാണ്, ഒരു കൂട്ടരെ സ്വർഗത്തിലുള്ളൂ. സ്വഹാബത്ത് ചോദിച്ചു, ആ ന്യൂനപക്ഷക്കാരായ സൗഭാഗ്യവാന്മാരാരാണ് നബിയെ? 73 വിഭാഗം ജനങ്ങൾ
അത് മുസ്ലിംകളാണ്. ഐ അഹ്ലുൽ ഖുർആനി സുന്ന എന്നാണ് അതിന്റെ വിശദീകരണം. ഖുർആനും സുന്നത്തും ആധാരമാക്കുന്ന വിഭാഗം 73 വിഭാഗമായി പിരിയുമ്പോൾ അതിനെ സ്വർഗത്തിലേക്ക് ഒരു കൂട്ടരും 72 കൂട്ടരും നരകത്തിലേക്കുമാണ്. 73-ൽ 1 ന്യൂനപക്ഷമാണ്. അവര് സ്വർഗത്തിലാണ്. അതുകൊണ്ട് അവർ സൗഭാഗ്യവാന്മാരാണ്. ഈ ന്യൂനപക്ഷക്കാരായ സൗഭാഗ്യവാന്മാർ ആര് നബി എന്ന ചോദ്യത്തിന് തങ്ങൾ കൊടുക്കുന്ന മറുപടി ഞാനും എന്റെ സ്വഹാബത്തും നടന്നതുപോലെ നടക്കുന്നവർ. അപ്പോൾ യഥാർത്ഥത്തിൽ സമസ്ത ഈ ഒരു തത്വമേ അംഗീകരിക്കുന്നുള്ളൂ. ഇതാണ് സമസ്ത പഠിപ്പിക്കുന്നത്. അപ്പോൾ വഹാബികളുമായും മൗദൂദികളുമായും കൂട്ടുകൂടാൻ പാടില്ല എന്നുള്ള സമസ്തന്റെ നയമാണ്. എങ്കിൽ നിങ്ങൾ ഈ ഇഫ്താർ സംഗമം നടത്തിയ സമയത്ത് നിങ്ങൾ എന്ത് പറയുന്നു? നാട്ടിക മൂസ മുസ്ലിയാർ എഴുതിയ അന്നത്തെ ചന്ദ്രിക എന്റെ കയ്യിലുണ്ട്, ഒറിജിനൽ ചന്ദ്രിക എന്റെ കയ്യിലുണ്ട്. യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? അപ്പൊ എന്താണ് സമസ്ത, എന്തിനാണ് സമസ്ത എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കാണാം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി സമസ്ത ഉണ്ടാക്കിയോ ആ നയത്തിലൂടെ നീങ്ങുന്നത് ശൈഖുസ്സമാൻ AP ഉസ്താദും ഇന്ന് നൂറുൽ ഉലമ MA ഉസ്താദ് പോയി ഒരിക്കലാക്കി മാറ്റി. പക്ഷേ ഇവര് SK-ക്കാര് കൂടിയിട്ട് അത് കൊലപാതകമാണെന്ന് പറഞ്ഞ പച്ച പരസ്യമായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്തെല്ലാം പ്രശ്നമുണ്ടായി? കേസ് നടക്കുന്നു, നടക്കട്ടെ, പ്രശ്നമില്ല. എന്തെല്ലാം പ്രശ്നമുണ്ടായി അതിന്റെ പേരിൽ? അങ്ങനെ മരിച്ചവരെ പോലും വെറുതെ വിടാത്ത നിങ്ങൾ ഇപ്പോൾ നോക്കൂ, ബഹുമാനപ്പെട്ട താജുൽ മുള്ളാൻ തങ്ങളവர்கள், ആരാ തങ്ങള്? നമ്മുടെ സമീപത്തിരിക്കുന്ന കണ്യത്തുസ്താദ് പോലും ആദരിച്ചവരല്ലേ? കാരണം അടുത്ത കുടുംബാദികളെ സ്നേഹിക്കണമെന്നല്ലാതെ ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല എന്ന് നബി തിരുമേനി പറഞ്ഞു. ഈ നബി തിരുമേനിയാണ് തന്റെ ഭാര്യ ഖദീജയെ പ്രസവിച്ചപ്പോൾ നബി തിരുമേനിക്ക് 36 വയസ്സാണ്. ആ 36-ാം വയസ്സുള്ളപ്പോൾ ഖദീജ പ്രസവിച്ചു. ആ പ്രസവാർത്ത തിരുമേനി ഉള്ളിലേക്ക് ചെന്നപ്പോൾ കണ്ടതൊരു പെൺകുട്ടിയെയാണ്. ആ പെൺകുട്ടിയെ തന്റെ കയ്യിൽ എടുത്തിട്ട് സന്തോഷത്തോടുകൂടെ കണ്ണുനീരൊഴിച്ചിട്ട് നബി തിരുമേനി തുരുതുരാ ചുംബിച്ച ശേഷം പറഞ്ഞ വാക്ക്, അല്ലാഹുവേ, എന്റെ തലമുറ ലോകാവസാനം വരെ നിലനിൽക്കാൻ നീ എനിക്ക് തന്ന കനിയാണല്ലോ ഈ പെൺകുഞ്ഞെന്ന് പറഞ്ഞല്ലേ ആ കുഞ്ഞിനെ ചുംബിച്ചത്. ആ കുഞ്ഞല്ലേ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹായി വളരുന്നത്. ആ ബീവിക്ക് വിവാഹപ്രായം എത്തുമ്പോൾ പലരും ഒന്ന് അന്വേഷിച്ചു. അവസാനം അലിയാര് കല്യാണം നടത്തുമെന്ന റബ്ബിന്റെ വിധി. അതിലൂടെയല്ലേ നബിയുടെ പരമ്പര ലോകത്ത് നിലനിൽക്കുന്നത്. എന്നിട്ട് അഹ്ലുബൈത്തി, എന്റെ അഹ്ലുബൈത്ത് കസ്സഫീനത്ത് നൂഹ് നബി ഇസ്ലാമിനെ കപ്പൽ പോലെ നബി പഠിപ്പിച്ചില്ലേ? ആ പരമ്പരയിൽ നബിയുടെ പരമ്പരയിലെ മക്കളുടെ പരമ്പരയിലെ 11-ാമത്തെ മകൻ ബഹുമാനപ്പെട്ട അലിയുൽ അസ്ഗറിലൂടെയാണ് ഈ പരമ്പര നിലനിൽക്കുന്നതെന്ന് ഇത് മുജീബ് തങ്ങൾ കൊന്നാര് എഴുതിയ പുസ്തകമാണ്. 2002-ൽ അദ്ദേഹം എഴുതി. 1000 കോപ്പിയാണ് ഫസ്റ്റ് എഡിഷൻ. അന്ന് 15 രൂപയാണ് ഇതിന്റെ വില. അങ്ങനെ ഈ പുസ്തകത്തിന് അവതാരക എഴുതിയത് അന്ന് MLA ആയിരുന്നത് VT മുഹമ്മദ് ബഷീർ MLA അവരുകളാണ്. അദ്ദേഹം വന്ന് വാക്കു, തങ്ങൾ ഈ പുസ്തകത്തിലൂടെ കണ്ടെത്തിയ ചരിത്ര സത്യങ്ങളുടെ ശേഖരണം എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്നത് വ്യക്തമാണ്. ഊർജ്ജസ്വലമായ ഒരു അന്വേഷണമാണ് ജനാബ് തങ്ങൾ ഈ രചനയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു നിസ്സംശയം പറയാം. ഇരുൾ മൂടിയ ചരിത്രത്തിന്റെ ഇടനാഴികളിലേക്ക് വെളിച്ചത്തിന്റെ തിരുനാളവുമായി കടന്നു ഈ ചെറുപ്പക്കാരനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു.
ബഷീർ അവതാരിക എഴുതിയ പുസ്തകം. ഇതിന്റെ 75-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, കൊന്നാരിയിലെ ബുഖാരി സാദാത്യങ്ങൾ കേരളത്തിലെ പ്രവാചക കുടുംബങ്ങൾ രണ്ട് വിഭാഗമാണ്. ഒന്ന് ബുഖാരികളും ഹദ്റമികളും. അതിൽ ഹദ്റമൗത്തിലുള്ളവർക്കാണ് ഹദ്റമികൾ എന്ന് പറയുക. മദീനത്താണ് ബുഖാരി സാദാത്യങ്ങളുടെ അടിവേര്. പ്രവാചക സന്താന പരമ്പരയിലെ 11ാമത്തെ പുത്രനായ അലിയുൽ അസ്ഗർ ജലാലുദ്ദീൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നും ബഗ്ദാദിലേക്ക് വന്നു. ബഗ്ദാദിൽ നിന്ന് പിന്നീട് ആ മഹാൻ റഷ്യയിലെ ബുഖാറയിലേക്ക് വരികയും അവിടെ വെച്ച് അദ്ദേഹത്തിന് അബ്ദുള്ള ബുഖാരി എന്നൊരു മകൻ ജനിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ബുഖാരി സാദാത്യങ്ങളുടെ ചരിത്രത്തിന് സമാരംഭം കുറിച്ചത്. അബ്ദുള്ള ബുഖാരി ബുഖാറയിൽ ഏറ്റുവന്നു. അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്നത് വളപട്ടണം പള്ളിയുടെ മുറ്റത്താണ്. എന്നിട്ട് പറയുന്നു, 1521-ൽ ജലാലുദ്ദീൻ ബുഖാരി റഷ്യയിലെ ബുഖാറ എന്ന് പറയുന്നു. 1521-ൽ അബ്ദുള്ള ബുഖാരിയുടെ സന്താന പരമ്പരയിൽ പ്രസിദ്ധ ജലാലുദ്ദീൻ ബുഖാരി റഷ്യയിലെ ബുഖാറിൽ നിന്നും വളർത്തോടുകൂടി കേരള സാദാത്യങ്ങളുടെ ചരിത്രമായി യമനിൽ നിന്നും വന്നവരാണ് ബുഖാരി ഖബീല വന്നത്. എന്താ അതിന്റെ അർത്ഥം? ബുഖാരി കുടുംബത്തിൽപ്പെട്ട ആളാണ് ഉള്ളാൾ തങ്ങൾ അവർകള്. ഇനി ഹദ്റമി തങ്ങളിൽപ്പെട്ട 37 ആളുകളെ പരമ്പര കൊടുത്തു. അതിൽപ്പെട്ടതാണ് പാണക്കാട് തങ്ങളടക്കം മറ്റു മുഴുവൻ തങ്ങന്മാരും അവര് ഹദ്റമികളാണ്. ബുഖാരി തങ്ങന്മാർ ഇസ്ലാം പ്രകടനത്തിന് ശേഷമാണ് ഹദ്റമികൾ വന്നത്. അപ്പൊ കേരളത്തിലേക്ക് ആളാണ് ഉള്ളാൾ തങ്ങൾ എന്ന് ഞാൻ പറയുകയല്ല. ഈ പുസ്തകത്തിൽ തന്നെ ഇവർ എഴുതുന്നു, ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ബുഖാരി ഖബീലയിൽ അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ബുഖാരി ഉള്ളാൾ, പിന്നീട് ഹാമിദ് ബുഖാരി തങ്ങന്മാരെ 11 പേര് കൊടുത്തു. എന്നിട്ട് ഈ കുറ്റേശ്വരൻ പോയിട്ടുണ്ടോ? ബഹുമാൻ തങ്ങൾ ജനാസ കാണാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഒരാള് ജനാസ കാണാന്ന് പറഞ്ഞാൽ മുഖം വെക്കാൻ നേരാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂഷാഫി കേൾക്കുന്നുണ്ടോ? അബൂഷാഫി നല്ല കട്ട് വരുന്നുണ്ട് ചെറിയ തോതിൽ. റേഡിയോ ശ്രോതാക്കൾക്ക് വലിയ പ്രശ്നമായിരിക്കും. സിദ്ദീഖ് വിളിക്കൽ ഇൻഷാ അല്ലാഹ്. 2G ആണ് അവിടെ കിട്ടുന്നത്, അങ്ങനത്തെ സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണമെന്ന് പറയുന്നു. എങ്ങനെയും അവരെ വളരാൻ അനുവദിച്ചുകൂടാ എന്നാണ് മറുഭാഗത്തിനുള്ളത്. ഞാനിപ്പോൾ പറയുന്നില്ല. മറുഭാഗത്തുള്ള SK-കാരെന്ന് പറഞ്ഞാൽ ആ SK-യുടെ ഫുൾ ഫോം എന്താ? ശൈത്വാന്റെ കക്ഷിയായ ആളുകൾ. അള്ളാഹുവിന്റെ ഖുർആനിൽ പഠിപ്പിച്ചു സൂറത്തുൽ മുജാദല അതിന്റെ 19-ാമത്തെ ആയത്ത് നോക്കിയാൽ മതി. ഇസ്തഹവദ അലൈഹിം ശൈത്വാൻ ഫഅൻസഹും ദിക്റുല്ലാഹ്. പിശാചിന്റെ ആധിപത്യം കൊണ്ട് അവർ അള്ളാഹുവിനെ മറന്നു കളഞ്ഞു. അള്ളാഹുവിന് വേണ്ടി ഇബ്ലീസ് മറപ്പിച്ചു കളഞ്ഞു.
ഉലൈക ഹിസ്ബു ശൈത്വാൻ, അവർ ശൈത്വാന്റെ കക്ഷിയാവുന്നു. അതാണ് SK. ശൈത്താന്റെ കക്ഷി എന്നുള്ള ചോടുമ്പം അങ്ങനെയാണ്. അലാ ഇന്ന ഹിസ്ബു ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ. സംസ്കാരമില്ലാത്ത നിലയിലൂടെ പ്രവർത്തിക്കുന്ന വിഭാഗമാണ് അവര്. ഇവിടെ ചിന്തിക്കണം, സമസ്ത ഉണ്ടാക്കിയത് യഥാർത്ഥ ഇസ്ലാം, എന്നിട്ടത് മനുഷ്യന്മാരിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞതുപോലെ നീങ്ങണ്ടേ നാം. ഇവിടെ പാവപ്പെട്ട ധാരാളം ആളുകളുണ്ട്. ആ പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമസ്ത പറഞ്ഞ ഭരണഘടനയിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ സമസ്തയുടെ ഭരണഘടനയിലെ നേരത്തെ വായിച്ചതിന് പുറമെ മതവിശ്വാസത്തിനും ആചാരത്തിനും ആണ് സമസ്തയുടെ ആളുകൾ തന്നെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അതുപോലെ ഡിഗ്രി കോളേജുകൾ, ടെക്നിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതുപോലെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയ ഭൗതികമായ വിദ്യാഭ്യാസം അത് സമസ്തക്ക് അത് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് ഇമാം ഖസാലി തങ്ങൾ പഠിപ്പിച്ചു. ഡോക്ടർമാര് മുസ്ലിമായിരിക്കണം, എഞ്ചിനീയർമാർ മുസ്ലിങ്ങളിൽ വേണം. കാരണം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമാണ്. ആത്മീയതയുടെ ചുറ്റുപാടിലൂടെയുള്ള, ആത്മീയതയുടെ നിയന്ത്രണത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസം അത് ഇസ്ലാമിന്റെ ജീവനാണ്. ഇത് സമസ്തയുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അതുപോലെ പഠിക്കാൻ പോവാൻ സാമ്പത്തികമായ വിഷമമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ അഗതി സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ടാക്കി. അതുപോലെ ഉപ്പയില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന യതീംഖാനകൾ ധാരാളം ഉണ്ടാക്കി. ഇത് ഭൗതിക ലക്ഷ്യമല്ല വെക്കുന്നത്. ഈ രൂപത്തിലൂടെ പാവപ്പെട്ടവരെയും അശരണരായ ആളുകളിലേക്കും ആശ്വാസം എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ ഇസ്ലാമിന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടുവന്ന് ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചുറ്റുപാടാണ് ശൈഖുൽ സമാൻ ഏറ്റവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുള്ള ദേഷ്യം കൊണ്ട് തന്നെ, ഹസദ് കൊണ്ട് തന്നെ, അസൂയ കൊണ്ട് തന്നെ എന്ത് തെറ്റും ചെയ്യാമെന്ന് തീരുമാനിച്ച നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, എത്ര ആളുകൾ നിങ്ങൾ കൊന്നുകളഞ്ഞു? എന്നിട്ട് ന്യായീകരിച്ചു? അതിനാരെങ്കിലും ന്യായീകരിക്കുകയല്ലേ ചെയ്തത്? എന്താണ് പാലക്കാട് മണ്ണാർക്കാട് നടന്നത്? രണ്ടാളുകളെ അവിടെ കൊന്നില്ലേ? അതേപോലെ എളങ്കൂരിലൊരാളെ കൊന്നില്ലേ? ഇങ്ങനെ എത്ര ആളുകൾ സമീപകാലത്ത് തന്നെ കൊന്ന കൊലപാതക കേസാണ് പറയുന്നത്. കുഞ്ഞുവിനെ പറ്റിയും അതുപോലെ തന്നെ മുഹമ്മദ് കുട്ടിയെ പറ്റിയും ഒക്കെ ഉള്ളത് വേറെ ഉണ്ട്. ഈ നിലയ്ക്ക് കൊലപാതകത്തിൽ അക്രമത്തിലേക്ക് പോലും വന്നുകൊണ്ട് ഇതൊക്കെ ഇസ്ലാമാണ് നിങ്ങൾ പ്രചരിപ്പിച്ചാൽ ജനങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കില്ലേ? പ്രിയമുള്ളവരെ, അതുകൊണ്ട് യഥാർത്ഥത്തിൽ സമസ്ത കൊണ്ട് ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ആത്മീയ ശുദ്ധിയാണ്. എന്നിട്ട് മരണപ്പെട്ടത് പിന്നീടുള്ള ഉഖർവി ജീവിതത്തിലൊക്കെ സുഖം കിട്ടണം, അള്ളാഹു പൊരുത്തപ്പെട്ട മോഡലിൽ ആകണമെങ്കിൽ വിശ്വാസം നന്നായേ പറ്റൂ. വിശ്വാസത്തിന് തെറ്റുള്ള വ്യക്തി എന്തു തന്നെ ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് ഉസ്താദ് ബംഗാളിൽ ഉള്ള ജനങ്ങൾക്ക് എത്ര
വീടുകൾ, എത്ര കിണറുകൾ, അതുപോലെ നിർധനരായിരിക്കുന്ന എത്രയോ ആളുകളെ ധനമില്ല സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് വിവാഹിതരാക്കി മാറ്റി. അതേ രൂപത്തിൽ എന്തെല്ലാം ഉപകാരം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നു, ഞാൻ കൂടുതൽ സംസാരിക്കുന്നതാണ്, ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പഠിപ്പിച്ച വിശുദ്ധമായ ദീൻ ഇസ്ലാം പ്രവാചകർ പഠിപ്പിച്ചു, അത് സ്വഹാബക്കർ എത്തിക്കുന്നു, അത് കേരളത്തിൽ നിന്ന് സമസ്ത മുന്നോട്ട് വെക്കുന്നു. സമസ്തക്ക് ഒരുപാട് പ്രവർത്തന ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തോട് മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. എത്രയോ വീടുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ, എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയച്ചില്ലേ, അതുപോലെ യതീംഖാനയിലെ മക്കളെ യതീംഖാനകൾ ഉണ്ടാക്കി പഠിപ്പിക്കുന്നു. ഈ യതീംഖാനയിൽ പഠിപ്പിക്കാൻ മാത്രം ഈ ഹോം കെയറിലൂടെ പഠിപ്പിക്കുന്നില്ലേ? ഈ രൂപത്തിലൊക്കെ വ്യത്യസ്ത രീതിയിലൂടെ സുന്നത്തെ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നെങ്കിൽ അവർക്ക് എന്തും പറയാമെന്നൊരു ചുറ്റുപാടാണുള്ളതെങ്കിൽ അവരെ പറ്റി മനസ്സിലാക്കണം. നേരത്തെ വാദപ്രതിവാദത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. വേണം എന്ന് ഏത് കിതാബിലാണ് ഉള്ളത്? ഇനി മർക്കസിലേത് മാത്രമാണ് സനദ് എന്ന് ലോകത്ത് ഏത് കിതാബിലുണ്ട്? വേറെ എത്രയോ സ്ഥലങ്ങളിൽ തബറുക്കാത്തുകളില്ലേ? അതിനെ ബഹുമാനിക്കണ്ടേ? ഒമിനൽ ഈമാനി തഅളീമു മഅല്ലമ എന്ന റസൂലുള്ളാഹി തങ്ങളുടെ ഖാദിമായിരുന്ന അനസ് റളിയല്ലാഹു അൻഹുള്ള താബിഈകളായ ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ കൈ കൊടുത്തിരുന്നില്ലേ, മുസാഫ നടത്തിയിരുന്നില്ലേ? അതെ. അപ്പോഴവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഹബീബ് തൊട്ട കൈയിൽ ഒന്ന് നീട്ടിത്തരൂ അനസേ, ഞങ്ങളതൊന്നും ചുംബിക്കട്ടെ എന്ന പ്രത്യേകത. എങ്കിൽ ഒറ്റക്കാരൻ നേരത്തെ ഇവിടുത്തെ കത്തിലുകാരൻ പറഞ്ഞ പോലെ വെല്ലൂര് ബാക്കിയാർ, ഡൽഹി ജുമാ മസ്ജിദുള്ളത്, അതുപോലെ ലോകത്ത് എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഉള്ള തബറുക്കാത്തിന് ഇന്നുള്ള വ്യക്തി മുതൽ നിബിതങ്ങൾ വരെയുള്ള സ്ഥലേ അവിടെയും ഉള്ളൂ. എങ്കിൽ നിങ്ങളുടെ സംസാരം വല്ലാതെ ഓവറായി പോയിരിക്കുന്നു. ഇങ്ങനെ ലോകത്തുള്ള ഒന്നിനും സനദില്ല എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ പ്രശ്നം പറഞ്ഞിട്ടല്ലേ? എങ്കിൽ സനദ് ഇല്ല, എന്തുമാത്രം കളങ്ങളും ഇത്. അതേ സമയത്ത് മരിച്ചുപോയ നിങ്ങളെ കാണല്ലേ, ലോകത്തുള്ള തബറുക്കാത്തിന്റെ എന്തുണ്ടെങ്കിലും അത് തെറ്റാണ്, കളവാണില്ലെങ്കിൽ വേണ്ട. പക്ഷെ കളവാണെന്ന് പറഞ്ഞ ഒരു പി ഇബ്രാഹിം മുസ്ലിയാർ പറഞ്ഞിരുന്നു, കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് നിരീശ്വരവാദി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളോട്. അദ്ദേഹം ശരിക്കും ഈശ്വര വിശ്വാസില്ല. കൂട്ടജിവാദികൾ വന്ന് പറഞ്ഞല്ല, മറിച്ച് ആദിവാസികൾ കാട്ടിനുള്ളിൽ കൊണ്ട് കർപ്പൂരം കത്തിക്കുന്ന ഈശ്വരവാദി ആ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് മതപരമായ വിശ്വാസത്തിന്റെ ഈമാനെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ബാക്കിയുള്ളത് സഖാഫി പറഞ്ഞു തരും. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഫിത്ന ഉണ്ടാക്കരുത്. അത് മോശമുള്ള സംഭവമാണ്. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. ലഅനല്ലാഹു മൻ ഐഖളഹ, ഉറങ്ങിയ ഫിത്നയെ തട്ടി ഉണർത്തുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. നിങ്ങൾ മറ്റൊന്നും കൂടെ ചെയ്യേണ്ടത്, ഖുർആനിൽ ഈ ശാപത്തിന്റെ ആയത്ത് വേറെയും പറഞ്ഞിട്ടുണ്ട്. ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ സവ കാനൂ യഅ്തദൂൻ. ബനു ഇസ്രായേലിലെ ഒരു കൂട്ടം വിവരമുള്ള മനുഷ്യന്മാരെ ദാവൂദ് നബിയും ഈസാ നബിയും നാക്കുകൊണ്ട് ശപിച്ചു. അവർ ചെയ്ത തെറ്റെന്തേ? അടുത്ത ആയത്തിൽ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബിസ മാ കാനൂ യഫ്അലൂൻ. തെറ്റായ കാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ ലാ യതനാഹൗന, അവർ നിരോധിച്ചില്ല. എങ്കിൽ ഈ രണ്ട് സുന്നി പ്രവർത്തകരെ മണ്ണാർക്കാട് വെട്ടിക്കൊന്നപ്പോ, അതുപോലെ എളങ്കൂറിലെ ഒരു ആജിക്കയെ നിങ്ങൾ ചവിട്ടിക്കൊന്നപ്പോ, അടിച്ചും കൊന്നപ്പോ, ശ്വാസം മുട്ടിച്ചു കൊന്നപ്പോ, നിരവധി കൊലപാതകങ്ങൾ നടത്തിയപ്പോ, പണ്ഡിതന്മാരെ സെയ്തന്മാരെ നിങ്ങൾ ആവശ്യമില്ലാതെ ഗീബത്ത് പറഞ്ഞപ്പോ, നിങ്ങൾ അതിനെ നിരോധിക്കുന്നില്ലെങ്കിൽ മറുഭാഗത്തെ പണ്ഡിതന്മാർ ചിന്തിക്കണം, ഇപ്പറഞ്ഞ ആയത്ത് നിങ്ങൾക്കും ബാധകമാണ്.
നമുക്കുണ്ടായത് വ്യക്തിഹത്യ നടത്താനല്ല, താൽക്കാലിക ജീവിതമുള്ള ദുനിയാവിലെ ചുരുങ്ങിയ കാലത്തെ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി മാറ്റണം. അതിന് ഹക്കിന്റെ ഭാഗത്ത് തന്നെ അടിയുറച്ച് നിൽക്കണം. എന്ത് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഹക്കിന്റെ ഭാഗത്ത് നിൽക്കണം. എങ്കിൽ ഹക്കിന് വിജയമുണ്ട്, ബാത്തിലിന് പരാജയമേ ഉള്ളൂ. ഒരുപക്ഷെ താൽക്കാലികമായി വിജയമെന്ന് തോന്നുമെങ്കിലും അന്തിമ വിജയം നല്ല മുത്തഖികളായ ആളുകൾക്കാണ് അന്തിമ വിജയം എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് അന്തിമ വിജയം സുനിശ്ചിതമാണ്. അല്ലെങ്കിൽ ഏഷണികൾക്കോ വശംവദരാവാതെ നാം ഹക്കിന്റെ ഭാഗത്തെ നിൽക്കാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫضലുകൊണ്ട് നമ്മുടെ ഈമാനിനെ ഹക്കിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരുമാറാവട്ടെ. അന്ന് തന്നെ പാസ്സായപ്പോൾ റാങ്കോടുകൂടെ പാസ്സായി. അതിലുപരി അദ്ദേഹത്തിന്റെ ശിഷ്യൻ ബേക്കൽ ഇബ്രാഹിം ഇസ്ലാം എന്ന പ്രസംഗിച്ച അവസരത്തിൽ പറഞ്ഞ വാക്ക്, ഏത് അപാരമായ ഫലക്കുകളെ പറ്റി പറഞ്ഞ കിതാബുകൾ പോലും നോക്കാതെ കൈകൊണ്ട് അന്തരീക്ഷത്തിൽ വരഞ്ഞുകൊണ്ട് നക്ഷത്രത്തിന്റെ സ്ഥാനങ്ങൾ കാണിച്ചു കൊടുക്കാൻ മാത്രം പ്രാഗൽഭ്യം ായിരുന്നു. ഈക്ക ഉസ്താദും കണ്ണിത്തുസ്താദും ഒക്കെ അവരെ ശിഷ്യനാണെങ്കിലും ആ ശിഷ്യൻ സയ്യിദായതുകൊണ്ട് ബഹുമാനിച്ചിരുന്ന മഹാനായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അത് ഇസ്ലാമിന് യോജിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി ഹക്കിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ എന്ന് മൊത്തം ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ വചനത്തിൽ ഈ യോഗം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ നമുക്ക് വിശദമായി തന്നെ വേണ്ട രൂപത്തിൽ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വസിയത്തോടെ വാഹ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.